നമസ്കാരം. VPC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. കോൺഗ്രസ് ഉടുമ്പന്നൂർ വണ്ണപ്പുറം മണ്ഡലം സമ്മേളനം നടന്നു. ജോസഫ് വാഴക്കൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതിക്ക് കരൾ പകുത്തു നൽകിയ ചെപ്പുകുളം സ്വദേശിനി റെയ്നയുടെ വീട്ടിലേക്ക് റോഡില്ല. കമ്പ്യൂട്ടർ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റംസാൻ ഓണം കമ്പ്യൂട്ടർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആഗസ്റ്റ് 6 മുതൽ സെപ്റ്റംബർ 5 വരെ തൊടുപുഴയിൽ നടത്തും. മുതലക്കോടം ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗ് 3ാം വർഷ വിദ്യാർത്ഥിനികളുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഓമനത്തിങ്കൾ പരിപാടി നടത്തി. പ്രിൻസിപ്പൽ സിസ്റ്റർ മേഴ്സി ആഗ്നൽ SH ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ KSRTC ഡിപ്പോ നവീകരണത്തിന്റെ മുന്നോടിയായി ഡിപ്പോയും ഗ്യാരേജും നഗരസഭ ലോറി സ്റ്റാൻഡിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം സമ്മേളനം നടന്നു. KPCC ജനറൽ സെക്രട്ടറി ജോസഫ് വാഴക്കൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഏതു ശക്തിയെയും ഏതു വെല്ലുവിളിയെയും നേരിടാൻ സുസജ്ജമായി മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ ഒരു വർഷം മുമ്പ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ പോലും ആഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ പോലും പ്രതീക്ഷിച്ചത്ര നല്ലൊരു വിജയം നമുക്ക് നേടാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ എത്ര കാലം ഈ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയും, കേവലം 2 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെന്റിന് എന്നുള്ള ചോദ്യം കേരളത്തിലെ ജനസമൂഹത്തിൽ ഉയർന്നു വന്നിരുന്നു. കേരളത്തിലെ പത്രമാധ്യമങ്ങൾ, കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദം ഒക്കെ അത്തരത്തിലുള്ളൊരു ചിന്ത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വണ്ണപ്പുറം മണ്ഡലം സമ്മേളനം നടന്നു. സമ്മേളനത്തിന് മുന്നോടിയായി കാളിയാറിൽ നിന്നും വണ്ണപ്പുറത്തേക്ക് പ്രകടനം നടത്തി. തുടർന്ന് ചേർന്ന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി ജോസഫ് വാഴക്കൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എറണാകുളം, ഇടുക്കി ജില്ലകൾ കുറച്ച് ഭേദമായിരുന്നു. ബാക്കിയൊക്കെ ഉള്ള ജില്ലകളിൽ 2 ദിവസമായി വീര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് വൈകുന്നേരം മുതൽ ഇവിടെ ഇടുക്കി ജില്ലയിൽ, കാരണം ഒരുപക്ഷെ നേതാക്കന്മാരൊക്കെ വീണ്ടും മറ്റേ ജയരാജൻ്റെ വഴിയെ പോകാനായി കാത്തിരിക്കുന്നത് കൊണ്ടാകാം ഒരു പക്ഷേ ഇവിടെ ഇത്ര ശാന്തതയായത്. അല്ലെങ്കിൽ ഇനിയും അവസരമുണ്ട് എന്നുള്ളത് കൊണ്ട് ചിലപ്പം ഒരു റിസർവായിട്ട് വെച്ചിരിക്കുന്നതാവും. ഏതെങ്കിലും ആവട്ടെ, ഏതായാലും കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ P. ജയരാജനെ അറസ്റ്റ് ചെയ്തത്? P. ജയരാജനെ എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ ജനങ്ങളോട് പറയണം. കാരണം നാഗപ്പുഴ ശാന്തകാട് ദേവീക്ഷേത്രത്തിൽ കാവു സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി വൃക്ഷപരിപാലനവും പഠന ക്ലാസും നടത്തി. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ആഗോള താപനത്തിന് ഒരു പരിഹാരമാണ് മരം എന്ന് നമുക്കറിയാം. പക്ഷേ ആഗോള താപനത്തിന് അതിൽ വലിയ ഒരു അപകടം നമ്മുടെ പ്രദേശത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ ആഗോള താപനില വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മാലിന്യം എന്ന കാര്യത്തിൽ സംശയം. മാലിന്യം നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും വലിയ അപകടകരമായ രീതിയിൽ നീങ്ങുന്ന. സ്വാതിക്ക് കരൾ പകുത്തു നൽകിയ ചെപ്പുകുളം സ്വദേശിനി റെയ്നയുടെ വീട്ടിലേക്ക് റോഡില്ല. കുണ്ടും കുഴിയുമായ റോഡിലൂടെ 1/2 കിലോമീറ്ററോളം നടന്നു വേണം റെയ്നയുടെ വീട്ടിലേക്ക് എത്താൻ. ഒരു ജീവൻ നിലനിർത്താൻ കരൾ പകുത്തു നൽകി സമൂഹത്തിന് മാതൃകയായ ചെപ്പുകുളം പേപ്പാറ സ്വദേശി റെയ്നി ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീട്ടിലേക്ക് നടന്നു കയറേണ്ടി വന്നത് 1/2 കിലോമീറ്റർ ദൂരമാണ്. സങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 3 മാസത്തെ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. റോഡിന്റെ ശോചനീയ അവസ്ഥ മൂലം ഇത്രയും ദൂരം നടക്കേണ്ടി വന്നത്. റെയ്നിയുടെ വീട്ടിലേക്കുള്ള ചെപ്പുകുളം പേപ്പാറ റോഡ് കാൽനട യാത്ര പോലും സാധ്യമാകാത്ത വിധം തകർന്നു കിടക്കുകയാണ്. ആശുപത്രിയിൽ ചെക്കപ്പിന് പോകുന്നതിനും മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കുന്ന സ്വീകരണ ചടങ്ങുകളിൽ പോകുന്നതിനും റെയ്നിക്ക് ഇത്രയും വഴി ദൂരം നടന്നിറങ്ങേണ്ട സ്ഥിതിയാണുള്ളത്. 35ഓളം വീട്ടുകാരുടെ ഏക ആശ്രയമായ ഈ റോഡ്
മറ്റു റോഡുകളുമായി കൂട്ടിമുട്ടാത്തതിനാലാണ് ഫണ്ട് ലഭിക്കാത്തതെന്നാണ് വാർഡ് മെമ്പർ ശൈല രാജേന്ദ്രൻ പറഞ്ഞത്. അട്ടപ്പാടി സെഹിയോൺ ധ്യാന കേന്ദ്രത്തിന്റെ സഞ്ചരിക്കുന്ന പുസ്തകശാല എൽഷദായ് തൊടുപുഴയിലെത്തി. ഒരു വർഷം കൊണ്ട് 1 കോടി ജനങ്ങളിൽ ദൈവവചനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങുന്നതിന്റെ ഭാഗമായാണ് തൊടുപുഴയിലും എത്തിയത്. കേരളത്തിന്റെ വിവിധ രൂപതകളിലായി ഏകദേശം 125ഓളം ഇടവകകളിൽ ഇതിനോടകം എൽഷദായ് എത്തിയിട്ടുണ്ട്. ധാരാളം ആളുകളിൽ പുസ്തകം വഴി ദൈവവചനം എത്തിക്കാൻ കഴിഞ്ഞതായി എൽഷദായ് ഭാരവാഹികൾ BBC ന്യൂസിനോട് പറഞ്ഞു. ഇത് എൽഷദായ് മൊബൈൽ ബുക്ക് സ്റ്റാൾ പാലക്കാട് രൂപതയുടെ കീഴിലുള്ള അട്ടപ്പാടിയിലുള്ള സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ് ഈ മൊബൈൽ ബുക്ക് സ്റ്റാൾ വരുന്നത്. ഇത് 1910 ഡിസംബറിൽ ആരംഭിച്ച് കേരളം മുഴുവനും അതിനുശേഷം ലോകം മുഴുവനും ചുറ്റിക്കറങ്ങാനുള്ള ലക്ഷ്യത്തോടെയാണ് വരുന്നത്. ഒരു വർഷം കൊണ്ട് 1 കോടി ജനങ്ങളിൽ ദൈവവചനം എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. വാഹനം അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു പോവുകയില്ല, മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ 2 പേരാണ് ഇതിൽ സ്റ്റാഫായിട്ടുള്ളത്. ഇതിലെ വിവിധ രൂപങ്ങളിലായിട്ട് ഏകദേശം 125ഓളം. നാവായിക്കുളം കൂടവൂർ ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനവും അനുബന്ധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനവും ജലവിഭവ മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. ത്വരിത ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനിപ്പോൾ ഏകദേശം 23,500 പേർക്ക് ശുദ്ധജലം ലഭിക്കും. 76 പുതു ടാപ്പുകളാണ് ഉള്ളത്. നമുക്ക് 3.35 MLD വെള്ളം ആണിതിന് ലഭിക്കുന്നത്. ബാക്കിയുള്ള പണികൾ ഇനിയിപ്പോൾ ത്വരിത വേഗത്തിൽ നടക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഈ വർഷം പഴയ പൈപ്പുകൾ മാറ്റുന്നതിന് 87 കോടി രൂപ ബഡ്ജറ്റിൽ വക കൊള്ളിച്ചിട്ടുണ്ട്. ആ 87 നിന്നും 14 കോടി രൂപ ഈ പദ്ധതിക്ക് കൊടുക്കുക അത് അനുവദിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പമ്പും മോട്ടറും തൊടുപുഴ കമ്പ്യൂട്ടർ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റംസാൻ ഓണം കമ്പ്യൂട്ടർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആഗസ്റ്റ് 6 മുതൽ സെപ്റ്റംബർ 5 വരെ നടത്തുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ തൊടുപുഴ മേഖലയിൽ 90% ആളുകളും ഈ ഞങ്ങളുടെ ഈ കമ്പ്യൂട്ടർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ സെയിൽസിലുള്ളവർ 90% ആളുകളും ഞങ്ങളുടെ ഇപ്പോൾ അസോസിയേഷൻ കീഴിലാണ്. അതിനെ ബേസ് ചെയ്ത് ഈ വർഷത്തെ റംസാൻ ഓണം ആഘോഷത്തോടനുബന്ധിച്ച് തൊടുപുഴ കമ്പ്യൂട്ടർ ഡീലേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ റംസാൻ ഓണം കമ്പ്യൂട്ടർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2012 എന്ന പേരിൽ ഒരു മേള നടത്തുകയാണ്. 2012 ഓഗസ്റ്റ് മാസം വരുന്ന തിങ്കളാഴ്ച 6-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 5-ാം തീയതി വരെ ഉള്ള കാലയളവിൽ അസോസിയേഷൻ അംഗീകാരമുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന ഡെസ്ക്ടോപ്പുകൾക്കും ലാപ്ടോപ്പുകൾക്കും ഉറപ്പായ 1-ലധികം സമ്മാനങ്ങളും നൽകുന്നതാണ്. ഇതുകൂടാതെ 1000 രൂപയുടെ ഓരോ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ നൽകുന്നതാണ്. ഇതിൽ 1-ാം സമ്മാനം ഒരു ലാപ്ടോപ്പും. പ്രതീക്ഷിക്കാതെ പൈനാപ്പിളിന് വിലയിടിഞ്ഞത് കർഷകരെ ആശങ്കയിലാക്കുന്നു. നോമ്പിന് മുമ്പ് കിലോയ്ക്ക് 40 രൂപ വിലയുണ്ടായിരുന്ന പൈനാപ്പിളിന് ഇപ്പോൾ വില 18 രൂപയാണ്. റംസാൻ സീസണിലും പ്രതീക്ഷിച്ച വില ലഭിക്കാതെ പൈനാപ്പിൾ കർഷകർ ദുരിതത്തിൽ. നോമ്പിന് മുമ്പ് കിലോയ്ക്ക് 40 രൂപ വരെ വിലയുണ്ടായിരുന്ന പൈനാപ്പിളിന് ഇപ്പോൾ 17 മുതൽ 18 രൂപ വരെയാണ് വില. 1.5 മാസം മുമ്പ് പൈനാപ്പിളിന്റെ ലഭ്യത കുറവാണ് വില കൂടുന്നതിന് ഇടയാക്കിയത്. നോമ്പ് തുടങ്ങിയതോടെ ആവശ്യക്കാരേറെയെങ്കിലും വില പകുതിയായി കുറഞ്ഞു. വിപണി വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതലാണെങ്കിലും തങ്ങൾ മുതലക്കോടം ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗ് 3-ാം വർഷ വിദ്യാർത്ഥിനികളുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഓമന തിങ്കൾ പരിപാടി നടത്തി. പരിപാടിയുടെ ഭാഗമായി ശാരീരികവും മാനസികവുമായ വളർച്ചയുടെ വിലയിരുത്തൽ, ബോധവൽക്കരണ ക്ലാസ്, കുട്ടികളുടെ കഴിവ് തെളിയിക്കുന്നതിനുള്ള ടാലന്റ് ഷോ എന്നിവ നടന്നു. ഈ പ്രായത്തിൽ കുട്ടിക്ക് ഏറ്റവും ആവശ്യമായത് മുലപ്പാലാണെന്ന് അറിയില്ലേ? ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് മുലപ്പാൽ കൊടുക്കാൻ കഴിയാറില്ല. മുലപ്പാലിന് പല ഗുണങ്ങളുണ്ട്. മുലപ്പാൽ ലഭിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ചയ്ക്കും ഭൗതിക വളർച്ചയ്ക്കും മുലപ്പാൽ സഹായിക്കുന്നു. കൂടാതെ മുലപ്പാൽ ഒരു സമ്പൂർണ്ണ ആഹാരമാണ്. അത് ദഹിക്കാൻ എളുപ്പമാണ്. അത് നല്ല ഉറക്കം നൽകുന്നു. മുലയൂട്ടുന്നതിലൂടെ അമ്മയ്ക്കും നല്ല ഗുണങ്ങളുണ്ട്. അമ്മയ്ക്ക് എന്തൊക്കെയാണ് ഡോക്ടർ ഗുണങ്ങൾ? മുലയൂട്ടൽ ഗർഭധാരണം നിയന്ത്രിക്കുന്നു. അമ്മയുടെ ആത്മാഭിമാനം. കള്ളക്കർക്കിടകമെന്ന് പഴമക്കാർ പറയുന്ന കർക്കിടകം പകുതി പിന്നിട്ടിട്ടും കാലവർഷം ഇനിയും എത്താത്തതിൽ ജനങ്ങൾക്ക് ആശങ്ക തുടരുന്നു. തുലാവർഷം കഴിയുന്നതോടെ പുറത്തിറങ്ങി നടക്കാൻ കൈവശം കുട കരുതിയിരുന്ന മുൻ വർഷങ്ങൾക്ക് പകരം
കൊടും വേനലിന്റെ പ്രതീതി. കർക്കിടക മാസത്തേക്ക് ധാന്യങ്ങളും മറ്റും കാരണവന്മാർ കരുതിവെച്ചു. കാരണം കർക്കിടകത്തിൽ പുറത്തിറങ്ങാനാകാതെ എപ്പോഴും മഴ തിമിർത്തു പെയ്യുന്ന കാലമാണ്. കർക്കിടകത്തിൽ പത്തുണക്കുന്ന പഴമക്കാർ പറയും. എന്നാൽ ഇത്തവണ കർക്കിടകം മുഴുവനും ഉണക്ക് തന്നെയായി. കാലം മാറി മറിയുന്നു. കൊടുംവേനൽ കാലത്തിന്റെ പ്രതീതി ഉണർത്തുന്ന വറ്റുവരണ്ട നീർച്ചാലുകളും ജലസംഭരണികളും ശോധിച്ച് കമ്പനിയാക്കാതെ KSEBക്ക് മുന്നോട്ട് പോകാനാവില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പക്ഷേ ആ പ്രതിഷേധത്തിന്റെ പ്രകടിപ്പിച്ചവർക്ക് കൊടുത്ത ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ 100 ഇരട്ടി നഷ്ടം വരുന്ന മേഖല നമ്മൾ ഒഴിവാക്കിയിരിക്കുക. വ്യവസായ വികസനത്തിനും നമ്മുടെ പൊതുവായ വികസനത്തിനുമെല്ലാം നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വൈദ്യുതിയുടെ ലഭ്യതയും ചെലവ് കുറഞ്ഞ വൈദ്യുതിയും എന്നുള്ളതായിരുന്നു. ഇത് രണ്ടും ഉണ്ടായിരുന്നു നമുക്ക്. ഇവിടെ വൈദ്യുതി ലഭ്യത മറ്റു സംസ്ഥാനങ്ങളിൽ കടുത്ത ക്ഷാമം നേരിടുന്ന സമയത്ത് നമുക്കിവിടെ അധിക വിവാദങ്ങൾക്കൊടുവിൽ തൊടുപുഴ KSRTC ഡിപ്പോ നവീകരണത്തിന്റെ മുന്നോടിയായി ഡിപ്പോയും ഗ്യാരേജും താൽക്കാലികമായി നഗരസഭ ലോറി സ്റ്റാൻഡിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ലോറി സ്റ്റാൻഡിൽ ലോറികൾ കയറ്റിയിടുന്നതിനായി നിർമ്മിച്ച ഷെൽട്ടറുകൾക്ക് മുകളിൽ ഷീറ്റ് മേഞ്ഞു നൽകുന്നതിനുള്ള നടപടികൾ നഗരസഭ ആരംഭിച്ചു. KSRTC ഡിപ്പോ നവീകരണത്തിന്റെ മുന്നോടിയായി ഡിപ്പോയും ഗാരേജും താൽക്കാലികമായി നഗരസഭാ ലോറി സ്റ്റാൻഡിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടി ഊർജിതമായി. ടെൻഡർ നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിൽ എത്രയും വേഗം നിലവിലുള്ള ഡിപ്പോ മാറ്റിയ ശേഷം പഴയ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു നീക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. ലോറി സ്റ്റാൻഡിൽ ലോറികൾ കയറ്റിയിടുന്നതിനായി നിർമ്മിച്ച ഷെൽട്ടറുകൾക്ക് മുകളിൽ ഷീറ്റ് മെഞ്ഞ് നൽകുന്നതിന് നഗരസഭ നടപടികൾ ആരംഭിച്ചു. ഇവിടെ 4 ബസ്സുകൾ ഒരേ സമയം ഷെഡിനുള്ളിലിട്ട് പണിയുന്നതിനും മറ്റു ഷെഡുകൾ ഗാരേജിന്റെ സ്റ്റോറായും ഡിപ്പോ എഞ്ചിനീയറുടെ ഓഫീസായി പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. കൂടാതെ ടാർ നടത്തിയ സ്റ്റാൻഡിൽ ബസ്സുകൾ ഇട്ട് ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും കഴിയും. നിലവിലുള്ള സ്റ്റാൻഡിൽ ഗാരേജിന്റെ ഗ്രൗണ്ട് മുഴുവൻ വലിയ ചെളിക്കുഴികളായി കിടക്കുന്നത് വർക്ക്ഷോപ്പിലെ ജീവനക്കാർക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത്. ഗാരേജിന് ആവശ്യമായ